നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഒടുവില് അലോകിനിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ദേവിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദേവിക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. കാരണം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ സമയത്ത് താങ്ങും തണലുമായി നിൽക്കേണ്ട ആനന്ദാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല ശ്രീദേവിയെ കാണുന്ന പോലും ആനന്ദിന് ദേഷ്യമായിരുന്നു. ഇവളാണ് തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്, ഇവള് കാരണമാണ് തന്റെ കുഞ്ഞു മരിച്ചുപോയത്. അല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഇവൾ തന്നോട് ചതി ചെയ്തു. അതുകൊണ്ട് മുറിയിലേക്ക് പോകാൻ പോലും ആനന്ദ് കൂട്ടാക്കിയില്ല. ആനന്ദിന് ഭയങ്കര ദേഷ്യമായിരുന്നു ശ്രീദേവിയെ കാണുമ്പോൾ. ആ സമയത്തൊക്കെ ദേവിക്കും ഭയങ്കര സങ്കടമായിരുന്നു. ദേവിയുടെ മനസ്സും ആകെപ്പാടെ വിഷമിച്ചു പോയി. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ശ്രീദേവിയുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല. കാരണം ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം. മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് പോലും അത് ചിലപ്പോൾ നയിച്ചെന്ന് വരാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ആ രീതിയിലാണ് ശ്രീദേവിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ആനന്ദിന് എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതേസമയം താങ്ങും തണലുമാക്കിയായി നിന്നത് ഗോമതി, മീനാക്ഷിയും അവരൊക്കെ തന്നെയായിരുന്നു. ശ്രീദേവി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയെ പോയി കാണാൻ പോലും അനുവിന് പേടിയായിരുന്നു. കാരണം താൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു ചിന്ത അനുവിന്റെ മനസ്സിലുണ്ടായി. എങ്ങനെ താൻ ദേവി ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലും, ദേവി ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത കാരണം അനു ദേവിയുടെ അടുത്തേക്ക് പോലും പോയില്ല. അതേ സമയത്ത് സുകന്യ എന്ത് ചെയ്തു, പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നന്ദിതയൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയുന്നേ, ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്നുള്ള കാര്യം. ഇത് കേട്ട് ഇനിയിപ്പോ നന്ദിത ഞെട്ടിപ്പോയി. നന്ദിത ചോദിച്ചു, അല്ല എന്താ സംഭവിച്ചേ? കുഞ്ഞു പോയി. അപ്പൊ പറഞ്ഞു, അത് പിന്നെ വീണതാന്ന് പറഞ്ഞു, ബാത്റൂമിൽ വീണാന്നാ പറഞ്ഞുള്ളൂ. അങ്ങനെയാ പറഞ്ഞ, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. അപ്പോഴേക്കും നന്ദിതയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും എത്ര പ്രതീക്ഷയോടെ അവരൊക്കെ കാത്തിരുന്നാലേ, എന്നിട്ട് ആ കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ. അത് കേട്ടപ്പോ ആനന്ദനും വിഷമായി. കാരണം എല്ലാരും കാത്തിരുന്നൊരു കുഞ്ഞല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല കുഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പൊ അവർക്കും വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ രാജശ്രീക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞു പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് അഹങ്കാരം ദേവമംഗലംകാരുടെ തീരൂലോ എന്നൊക്കെ ഒരു ചിന്ത. അങ്ങനെ തന്നെ വേണമെന്നൊരു ചിന്തയായിരുന്നു. അലോക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും അലോകിന് വല്ലാത്തൊരു ഷോക്കായി. മിക്കവാറും ഇതിന്റെ പേരില് ഇനി തന്നെ എടുത്തിട്ട് അടിക്കുവോ എന്നൊരു ചിന്ത. ആ കുഞ്ഞെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് അവര് പണി തരുവോ എന്നൊരു പേടി അലോകിന്റെ മനസ്സിലുണ്ടായി. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. രാജശ്രീ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അലോകിനോട് ഇതൊക്കെ ചെന്ന് പറയുന്നേ. കുറച്ചേരം കഴിഞ്ഞപ്പോ സുകന്യ അലോകിനെ കാണാനായിട്ട് അലോകിന്റെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നിട്ട് അലോകിനെ തനിച്ച് സംസാരിക്കുന്നുണ്ട്. എടാ, നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. ഇപ്പൊ വീട്ടിൽ ആരും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷെ ബാക്കി എല്ലാരും ഈ പറയണേ ആകാശോ ആരിനോ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോ അലോക് പറഞ്ഞു, സുകന്യേച്ചി, എനിക്ക് അവളെ സ്വന്തമാക്കിയാൽ മതിയാവുള്ളൂ അനുവിനെ. ബെസ്റ്റ്. നീ എന്ത് പരിപാടിയെ കാണിച്ചേ? നീ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ അങ്ങോട്ട് വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേ? അത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമായിരുന്നു അനുവിന്റെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നേ. കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ വന്നിട്ട് ഇപ്പം ദേ കണ്ടില്ല എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാന്ന് അറിയത്തില്ല. ഞാനും കൂടെ ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെ ആയിരിക്കും ആ വീട്ടിൽ നിന്ന് ആദ്യം അടിച്ചിറക്കണേന്ന് പറഞ്ഞു. അതെ, ഞാൻ എന്തായാലും ചേച്ചിയുടെ പേരൊന്നും പറയാൻ പോകുന്നില്ല. ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്റെ പേരെന്താളോ അനുവും പറയത്തില്ല, അതെനിക്കറിയാം. ചേച്ചി എങ്ങനെയെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കാൻ നോക്ക്. എനിക്ക് അവളെ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞാൽ അത് അത്രയും എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാലോ. ദേവിയുടെ കുഞ്ഞു പോയ കാര്യങ്ങളൊന്നും ദേവിയുടെ വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോണേന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കുഞ്ഞു പോകാതിരിക്കുവോ? അലോകിനൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ലായിരുന്നു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, കാര്യം ശരിയാ, പക്ഷെ നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ, എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഗോമതി ഇന്ദിരാമയെ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഗോമതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ദിരാമയെ വിളിച്ച് ഇന്ദിരാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി കാര്യങ്ങൾ പറയാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദിരാമയെ ഞെട്ടിപ്പോയി. പിന്നീട് അലോക് അവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇന്ദിരാമയോട് മാത്രം പറഞ്ഞു, ആരോടും അമ്മ പറയണ്ട, തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. അലോക് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയമേ, അങ്ങനെയാ നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഇന്ദിരാമയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. അവൻ കാരണമാണ് ദേവിയുടെ കുഞ്ഞു പോയത്.
ഗോമതി പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. അറിയാലോ, തൽക്കാലത്തേക്ക് ബാലേട്ടനെ ഞങ്ങൾ ആരിനോടും ആകാശിനോടും ഒന്നും പറഞ്ഞിട്ടില്ല. ആനന്ദയ്ക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സഹിക്കില്ല. ദേവിമോളുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് ആനന്ദയ്ക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ, അമ്മയ്ക്കറിയാലോ, ഇവിടെ ഒന്നിനെയും ജീവനോടെ വെച്ചേക്കില്ല അവരെന്ന് പറഞ്ഞു. ഇന്ദിരാൻ പറഞ്ഞു, ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോളെ, എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഗോമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇന്ദിരാമ്മ. സാരമില്ല, വിഷമിക്കേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. പിന്നീട് ദേവിയുടെ അടുത്തേക്ക് മീനാക്ഷി വന്നു. ആഹാരം കഴിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പക്ഷെ ദേവി കഴിക്കാൻ കൂട്ടാക്കില്ല. മീനാക്ഷി പറഞ്ഞു, ഇങ്ങനെ കഴിക്കാതിരിക്കില്ല ദേവി ചേച്ചി, കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വാരി കൊടുക്കുമ്പോൾ ദേവി ഒന്ന് രണ്ട് വായൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അനു അങ്ങോട്ടേക്ക് വരുന്നത്. അനു മുറിയിലേക്ക് വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നിട്ട് ദേവിയുടെ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമുള്ള ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അനു ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആര്യൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരം ഔത്തുനിന്ന് കേൾക്കുന്നത്. പെട്ടെന്ന് ആര്യൻ അവിടെ നിന്നു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അനു നീ ആരോടും പറയണ്ട, ആലോ കാരണമാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടേന്ന്. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ആരോടും പറയണ്ടെന്നാ. ഒരു പക്ഷെങ്കിൽ ആരിനോ അല്ലെങ്കിൽ ആകാശണ്ണോ ധർമ്മമാമനോ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. ആ ലോകിനെ വെറുതെ വിടാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അനു പറഞ്ഞു, അത് പിന്നെ എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ, എന്റെ മുറിയിലേക്ക് അവൻ വന്നുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. ഒന്ന് പതുക്കെ പറ അനു, അല്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് അനുവിനോട്. ഇനിയിപ്പം ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൂടെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കേട്ടോണ്ട് എന്ന് ആരും ഞെട്ടിപ്പോയി. അപ്പം അവളാണോ ഇതിന്റെ കാരണം? അനുവാണോ? അനു കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അലോക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോഴേക്കും ആരിന്റെ മനസ്സിലേക്ക് ആ ഒരു രംഗം കടന്നു വരുവാണ്. ഇതിനു മുമ്പ് ആരിനൊരു തവണ ലോഡും കൊണ്ട് പോണ സമയത്ത് അവന്റെ പിന്നിലിരുന്ന് അലോകിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ഒരു പെൺകുട്ടി പോകുന്നുണ്ടു. അന്ന് അനുവാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് താൻ വന്ന് മിത്രോട് പറയുകയും ചെയ്താ. പക്ഷേ എങ്കില് ഇപ്പോഴത് കൺഫേം ആയി, അത് ഇവള് തന്നെയായിരുന്നു അന്ന് അവന്റെ ബൈക്കിന് വേണ്ടി ചുണ്ടിക്കിറങ്ങിയത്. അപ്പൊ ഇവനും അവളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. എന്നിട്ട് ഈ കുടുംബത്തെ മൊത്തം ചതിച്ചു. വെറുതെ വിടാൻ പാടില്ല. പിന്നീട് ആരും ഒന്നും നോക്കില്ല, അകത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു കയറി വന്നു. ആനുവിന്റെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. ഒരു നിമിഷം മീനാക്ഷിയും മിത്രയൊക്കെ ഞെട്ടിപ്പോയി. മീനാക്ഷിയും ശ്രീദേവിയൊക്കെ ഞെട്ടിപ്പോയി. അങ്ങനെ അനുവിന്റെ അങ്ങോട്ട് മുറിലേക്ക് കൊണ്ടുപോയിട്ട് കാരണം തീർത്ത് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കണം. സത്യം പറയടി, നീ കാരണമല്ലേ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അത് പിന്നെ ചേട്ടാ, ഞാൻ മിണ്ടരുത്. അപ്പൊ അലോകും കൂടെ കാണല്ലേ, അലോകും നീയും കൂടെ ആയിരുന്നില്ലേ? എടി ഇപ്പോഴാടി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ഈ ചതി ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. അനു ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അനുവിന്. അപ്പോഴേക്കും മീനാക്ഷി ഓടി ഒന്ന് തടയുന്നുണ്ട് ആരിനെ. പക്ഷെ ആരിൻ അതും കൊണ്ടൊന്നും അടങ്ങിയില്ല. ആര്യൻ നേരെ ആകാശിന്റെ അടുത്തേക്ക് നിന്നു. ആകാശിന്റെ അടുത്ത് നിന്ന് ആകാശിനോട് ആകാശേട്ടാ ബാ, നമുക്കൊരുത്തനെ കൈകാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ആരെയാടാ? ആ അലോകിനെ. അലോകിനെ എന്തിനാടാ? അത് ശ്രീദേവി ഇച്ചിരി കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ആരാന്നറിയാവോ? അലോകാന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങൾ പറയാണ് താൻ കേട്ടതൊക്കെ. അത് കേട്ടപ്പോ ആകാശം കൂടെ ചാടി എഴുന്നേറ്റു. ആര്യം പോയി ഒരു വെട്ടുകത്തിയൊക്കെ എടുത്തോണ്ട് വരുവാണ്. ഈ സമയം ബാലനും ഗോമതി എല്ലാവരും കൂടെ ഓടിച്ചെന്നു. മീനാക്ഷി എന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെ തടഞ്ഞു നിർത്തുവാണ്. എന്ത് പരിപാടിയായി കാണിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ആരിന്റെ കയ്യിൽ നിന്ന് ആ വെട്ടുകത്തിയൊക്കെ മേടിച്ചു വെക്കുവാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എനിക്ക് കൊല്ലണം അവനെ, എന്റെ കുടുംബത്തിൽ കയറി കളിച്ചവനെ ഞാൻ വെറുതെ വിടാനോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, എന്റെ മോനെ നീ അങ്ങനെയൊന്നും പറയരുതേ. കാരണം ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകർന്നു പോകും. നിനക്കറിയാലോ, നിനക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യൂടാ? അല്ലെങ്കിൽ തന്നെ ആനന്ദ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ വെറുതെ ഇരിക്കുവോ? ഒരിക്കലും ഇല്ല. അവന്റെ ജീവിതം കൂടെ നീ തകർക്കല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മീനാക്ഷി ഒന്ന് ആകാശിന്റെ കയ്യെ കാല വീണു. ആകാശം ഒന്ന് പറയുന്ന കേൾക്ക്. ഒടുവിൽ അവരങ്ങനെ അടങ്ങുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷെ എത്ര നാളത്തേക്കാണെന്നും പറയാൻ പറ്റില്ല. അവനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് വൈകുന്നേരം ആനന്ദ് വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ അത് സാധാരണയുള്ളൊരു വരവായിരുന്നില്ല വന്നേ. ആനന്ദ് 4 കാലയിലാണ് വരുന്നത്. കുടിച്ച് ഫിറ്റായിട്ടാ വരുന്നത്. ആനന്ദിന്റെ കോലം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയൊക്കെ ഞെട്ടിപ്പോയി. അവരും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ടെസ്റ്റ്. കാരണം ആനന്ദ് ഇങ്ങനെ മദ്യപിച്ച് ലക്കുകേട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അവനെ ഒന്നും പറയാനും പറ്റില്ല. അവന്റെ വിഷമം കൊണ്ടാണ് അവനെ എങ്ങനെയൊക്കെ ചെയ്തത്. ഒടുവില് ആരിനും ആകാശവും ഒക്കെ ചേർന്ന് പിടിച്ച ആനന്ദിനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. ഇത് കണ്ടപ്പോൾ ബാലനും ഗോമതിക്കും ഒക്കെ ഭയങ്കര സങ്കടമായിപ്പോയി.
ആനന്ദിനോട് ബാലൻ ചോദിച്ചു, എന്താടാ മോനെ നീ എന്താ ഈ കാണിച്ചേ? നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഇല്ലച്ചാ, ഞാനിനി എന്തിനാ ജീവിക്കണേ? എന്റെ കുഞ്ഞു പോയി, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാരും കൂടെ എന്നെ ചതിച്ചു എന്നൊക്കെ പറയണം. കോമതി ചോദിച്ചാൽ ആര് ചതിച്ചെന്നാടാ പറയണേ? ബാലൻ പറഞ്ഞു, വേണ്ട വിട്ടേക്ക്, നമുക്ക് നാളെ അവനോട് സംസാരിക്കാം. കാരണം ഇപ്പം മദ്യലഹരിയിലായതുകൊണ്ട് അവന്റെ തലയിലേക്കൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ആരിനും ആകാശവും ഒക്കെ ചേർന്ന് ആനന്ദിനെ മുറിയിൽ കൊണ്ടേ കിടത്തുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ശ്രീദേവിക്ക് സഹിച്ചില്ല. ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്റെ കുറ്റം കൊണ്ടല്ലോ. പക്ഷെ ആനന്ദേണ്ണ തന്നോടാണ് ദേഷ്യം എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഇത് ആരോടും പറയാനും പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീടാണ് ഉദയഭാനു ശ്രീകല ഈ കാര്യങ്ങളൊക്കെ അറിയണേ. കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവര് പാഞ്ഞു പറിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ബാല ഇത്? നിങ്ങൾ നോക്കൂന്ന് പറഞ്ഞിട്ടില്ലേ ഞാന് ഇവിടെ നിർത്തിയിട്ട് പോയത് എന്റെ മോളെ, എന്റെ പേരക്കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്, ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനുവിന്റെ വക പ്രകടനം അത് വേറെ വരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണല്ലോ ഇനി ആലോകനിട്ട് നല്ല പണി കിട്ടും. ഒതുക്കത്തിൽ എന്താണല്ലോ ആരിനും ആകാശിനും അവനെ എടുത്തിട്ട് ചാമ്പും. അവനെ പുറത്ത് വെച്ച് കണ്ടു കഴിയുമ്പോഴത്തേനും അവനിട്ട് കൊടുക്കുന്നുണ്ട്. അവന് നല്ല പോലെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.